ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. അപ്പോൾ എൻ്റെ ചേട്ടനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ്റെ വീട്ടിലേക്കാണ് വിളിച്ചത്. നമുക്കെന്തായാലും ചേട്ടൻ്റെ വീട്ടിലേക്കൊന്ന് പോവാം. എന്തിനാണ് വിളിച്ചതെന്നൊന്നും അറിയില്ല കേട്ടോ ഗൈസ്. വേഗം പോവുക. എന്താ കാര്യമൊന്നും പറഞ്ഞില്ല. വേഗം വരാൻ പറഞ്ഞ് എന്തോ കാണിക്കാനാന്ന് പറഞ്ഞത്. ഗൈസ്, നമ്മൾ ചേട്ടൻ്റെ വീട്ടിലെത്തിയിട്ട് ഇതൊക്കെ ഒരു അടിപൊളി വണ്ടി ഗൈസ്. ഇത് ലംബോർഗിനി ഉറൂസ കേട്ടോ. അടിപൊളി. ചേട്ടാ ഞാൻ വന്ന്. വന്നോ? എങ്ങനെയുണ്ട് എൻ്റെ വണ്ടി? രസമുണ്ട്. ഇത് എവിടുന്നാ മേടിച്ചത്? ഞാൻ കുറച്ച് ദിവസമായി മേടിച്ചിട്ട്. എന്നിട്ട് എന്നെ കാണിച്ചില്ലല്ലോ. അതിന് നീ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോടാ. അത് ശരിയല്ലേ. എങ്ങനെയുണ്ട് വണ്ടി? കുഴപ്പമില്ല. അത്ര കുഴപ്പമില്ല എന്നൊക്കെ. ഞാൻ ഈ വണ്ടി ഒന്ന് ഓടിച്ചോക്കട്ടെ എന്ന് ചോദിച്ചാൽ ഓടിച്ചോ, പക്ഷേ നശിപ്പിക്കരുത്. ഓക്കെ ചേട്ടാ. ഗൈസ്, നമ്മൾ ചേട്ടൻ്റെ അടുത്ത് വണ്ടി വെച്ചിട്ടുണ്ട്. ചേട്ടൻ വണ്ടി ഓടിക്കാൻ തന്നിട്ടുണ്ട്. നമുക്കെന്തായാലും ഇതൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. നോക്കാം, നല്ലതാണോ നോക്കണ്ടേ ഗൈസ്. നമ്മളങ്ങനെ ഇറക്കിയിട്ടുണ്ട് വണ്ടി. ഇതിന് നല്ല സ്പീഡൊക്കെ ഉണ്ട് എന്ന് പറയാനായിട്ടുണ്ടായിരുന്നു ഈ വണ്ടിക്കൊക്കെ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഇതിന് നല്ല സ്പീഡൊക്കെ ഉണ്ടോയെന്ന്. ഗൈസ്, ഇതിൻ്റെ ഇൻറ്റീരിയർ അടിപൊളി കേട്ടോ. സൂപ്പർ വണ്ടി. സ്പീഡൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ പ്രശ്നമൊന്നുമില്ല ഗൈസ്. നമുക്കിനി തിരിച്ച് വീട്ടിലേക്ക് തന്നെ വണ്ടി കൊണ്ടുപോയി വെക്കാം. അല്ലെങ്കിൽ ചേട്ടൻ ചീത്ത. അല്ലോ, വണ്ടിക്ക് ബ്രേക്ക് ഇട്ടില്ല. റബ്ബേ ഗൈസ്, ഞാൻ വീണ്. ഗൈസ്, ഈ വണ്ടിക്ക് ബ്രേക്ക് കിട്ടിയില്ല. ചേട്ടൻ എന്നെ കൊല്ലും ഗൈസ്. ചേട്ടൻ ഞാൻ എന്താ ചേട്ടനോട് പറയാ ഗൈസ്? എടാ, എന്താ ഒരു ചക്ക വീണ സൗണ്ട്? ചക്കയല്ല, വണ്ടി വീണതാ ചേട്ടൻ്റെ. എന്നിട്ട് എന്തേലും പറ്റിയോ? എനിക്കൊന്നും പറ്റിയില്ല. നിനക്കല്ല, എൻ്റെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയോന്നാ ചോദിച്ചേ. വണ്ടിക്ക് ഇതാ ഇങ്ങനെ പറ്റി. ഇവനെ ഞാൻ നിനക്കൊന്ന് ഓടിക്കാൻ തന്നതല്ലോടാ അവസ്ഥ. നിനക്ക് ഏത് സമയത്താണോ ഓടിക്കാൻ തരാൻ തോന്നിയത്? അത് ചേട്ടനല്ലേ തന്നെ. എന്നാൽ ശരി കേട്ടോ, എൻ്റെ വണ്ടി നശിപ്പിച്ചിട്ട് ശരി കാണിച്ചു തരുന്നുണ്ട് നിന്നെ ചേട്ടൻ. ഞാൻ ഒരു പേട്ട വണ്ടി അല്ല. പിന്നെ അവരൊന്നും വണ്ടി ഓടിക്കാൻ ചോദിച്ചല്ലോ. ബ്രേക്കില്ലാത്ത ഓരോ പൊട്ട വണ്ടി എടുക്കുമ്പോൾ ആലോചിക്കണേ. അല്ല പിന്നെ ഗീസ്, മനഃപൂർവ്വം കൊണ്ട് കുത്തിയതാണ് ഗീസ്. അല്ലാന്ന് അവൻ്റെ വണ്ടി. ഞാനൊരു വണ്ടി ഡെലിവറിന് ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഗീസ്. ഡെലിവറിയിട്ട് ഗീസ് ഞാൻ കാണിച്ചു തരാം. അതാണ് നമ്മുടെ വണ്ടി. നമ്മളുടേതും ലംബോർഗിനി ഉറൂസാണ്. നമുക്കിനി അവൻ്റെ വീട്ടിൽ പോയിട്ട് ഷോ ഓഫ് ഇറക്കിയാലോ ഗീസ്. പട്ടി ഷോ. നമുക്ക് വേഗം പോവുക ഗൈസ്. അവൻ്റെ വീട്ടിലേക്ക് തന്നെ പോയിട്ട് അവൻ്റെ മുന്നിൽ കിടന്ന് ഷോ ഓഫ് ഇറക്കണം ഗൈസ്. അത് പ്രത്യേക ഒരു സുഖമാണ് ഗൈസ്. നമ്മളെന്തായാലും ചേട്ടൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് നമ്മൾ നേരത്തെ കണ്ടല്ലേ. അവൻ്റെ പൊളിഞ്ഞ വണ്ടി അവിടെ ഇരിക്കുന്നുണ്ട്. ഇനി അത് പൊളിക്കാൻ കൊടുത്തിട്ടല്ലേ കാര്യമുള്ളൂ. അല്ല പിന്നെ ഗൈസ്, നമുക്ക് എന്തായാലും ഇവിടെ നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. എന്നിട്ടേ അവനെ അങ്ങ് വിളിക്കാം. ചേട്ടാ, എന്താ ഇത് നിന്റെ വണ്ടിയാണോടാ? ഇപ്പം ഡെലിവറായി എത്തിയിട്ടേ ഉള്ളൂ. അടിപൊളി. ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ തരുമോടാ? ഇത് ഞാൻ അങ്ങനെ ആർക്കും ഓടിക്കാൻ കൊടുക്കൂല. എടാ, നീ എൻ്റെ വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് ചോദിച്ചിട്ട് ഞാൻ തന്നില്ലേ? എന്നിട്ട് നീ ഇങ്ങനെ ആക്കി കൊണ്ടുവന്നില്ലേ? ഞാൻ പൊളിക്കൊന്നുമില്ലടാ. എനിക്ക് നിന്നെ വിശ്വാസമൊന്നുമില്ല. ഞാൻ തരൂല. ഞാൻ നിൻ്റെ ചേട്ടനല്ലേ, ഒന്ന് തന്നൂടെ? ഞാൻ തരൂല. ഗൈസ്, നമുക്കെന്തായാലും നമ്മുടെ വണ്ടി എടുത്ത് പോവാം. എടാ, നിനക്ക് ഞാൻ ഇതിൻ്റെ തരുമോടാ? ഒന്ന് പോവോ ചേട്ടാ അവിടെ. അല്ല പിന്നെ ചേട്ടൻ നമ്മളെ പഠിപ്പിക്കാൻ നോക്കണം. നീ ചേട്ടന് കുത്തുന്നു. ഞാൻ ചേട്ടനല്ല, എൻ്റെ അനിയനെ വരെ കുത്തും. അല്ല പിന്നെ ഗൈസ്, കുത്തിയുണ്ട്. നമുക്കെന്തായാലും വണ്ടി എടുത്ത് പോവാ ഗൈസ്. ഇവൻ്റെ വീട്ടിൽ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലല്ലോ. നമുക്ക് അവൻ്റെ പേട്ട വണ്ടിയും കത്തിച്ച് പോവാം. നല്ല പിന്നെ ഗൈസ്, ഞാൻ അവനെ ബോധം വരുമ്പോൾ എണീച്ച് നോക്കിക്കോളും. എന്നിട്ട് അട്ട നോക്കി നിന്നോട്ടെ. അല്ല പിന്നെ അവന് വണ്ടിയൊന്നുമില്ല തോന്നണേ. ആകെ മേടിച്ചൊരു വണ്ടിയായിരുന്നു ഗൈസ്. തോന്നണം കേട്ടോ. നമുക്കെന്തായാലും നമ്മുടെ വീട്ടിലേക്ക് വരാം. നമുക്ക് 3 വണ്ടിയുണ്ട് ഗൈസ്. ഒരു കാറ്, 2 കാറ്, ഒരു ബൈക്ക്. തെറ്റിപ്പോയതാണ് ഗൈസ്. നമുക്കെന്തായാലും കുറച്ച് നേരം കിടന്നിറങ്ങാം ഗൈസ്. ആരും വിളിക്കുന്നുണ്ടല്ലോ, പുറത്തുനിന്നാണ് വിളിക്കുന്നത്. നമുക്ക് പോയി നോക്കാം. ചേട്ടാ, നീ എന്താ ഇവിടെ? ഞാൻ എന്താ അവിടെയെന്ന് ഞാൻ പറഞ്ഞുതരാം. കുറച്ചങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. ഓക്കെ. എന്താ നിനക്കിപ്പോൾ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ഇതാണ്. എന്ത്? അയ്യോ, എൻ്റെ വണ്ടി ഗായ്സ്, എൻ്റെ വണ്ടി.
എടാ കിളവ. ഞാൻ കിളവനായിട്ടില്ല മോനെ, നീ ആവൂലോ. ഗായ്സ്, എൻ്റെ വണ്ടി എൻ്റെ വണ്ടി ഫുൾ കത്തിച്ചു. എടാ മഹാഭാവി. നീ എൻ്റെ വണ്ടി എത്തിച്ചില്ലേ? ആകെ ഉണ്ടാകുന്ന ഒരൊറ്റ വണ്ടിയാ. അതിന് പകരം നിന്റെ 3 വണ്ടികൾ ഞാൻ കത്തിച്ചു. ശരി, ചേട്ടൻ പോട്ടെ മോനെ. ഇവനുള്ള പണി നമുക്ക് അടുത്ത പാർട്ടിൽ കൊടുക്കാം ഗൈസ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ പോയി കണ്ടിട്ട് അതിനും കൂടെ ലൈക്ക് അടിക്കുക. പുതിയ വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.